കണ്ണൂർ പ്രകാശ് ട്രാൻസ്പോർട്ട് ബസ് ജീവനക്കാർ ഒത്തുചേർന്നു. കണ്ണൂർ പ്രകാശ് ട്രാൻസ്പോർട്ട് ബസ് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും 20 വർഷം മുന്നേ ജോലി ചെയ്ത ജീവനക്കാർ ഒത്തുചേർന്നു. ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ തീരുമാനിച്ചാണ് ഒത്തുചേർന്നത്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ വൃന്ദാവൻ ഹോട്ടലിൽ വെച്ചാണ് 43 മെമ്പർ അടങ്ങുന്ന ഈയൊരു സംഗമം ഒത്തുചേർന്നത്. പ്രകാശ് ബസ് ഉടമ പരേതനായ KP ഭാസ്കരേട്ടനെയും തങ്ങളുടെ കൂടെ ജോലി ചെയ്ത പരേതനായ മറ്റു സഹപ്രവർത്തകരെയും അനുസ്മരിച്ചാണ് യോഗം ആരംഭിച്ചത്. ആ സമയത്ത് കണ്ടക്ടറായിരുന്ന വിജയൻ ചിറക്കലിന്റെ അധ്യക്ഷതയിൽ ഡ്രൈവർ സുധാകരൻ സ്വാഗതവും ഏറ്റവും കൂടുതൽ വർഷം കണ്ടക്ടറായി ജോലി ചെയ്ത മുകുന്ദൻ വേങ്ങാട് സംഗമം ഉദ്ഘാടനവും ചെയ്തു. കണ്ടക്ടർ അംബുജാക്ഷൻ പങ്കെടുത്തവർക്കുള്ള നന്ദിയും പറഞ്ഞു. നമ്മുടെ സ്നേഹ കൂട്ടായ്മയിൽ എത്രയോ മുൻകാല നമ്മൾ ഒത്തുചേർന്നിട്ടുള്ള തൊഴിലാളികൾ ഇന്നിവിടെ ഒരു കൂട്ടായ്മയായി മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ എല്ലാവരെയും കണ്ട് സന്തോഷം പങ്കിടുവാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമാകാനും സൗഹൃദം പുതുക്കാനും എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ അത്യധികം ആഹ്ലാദത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു ജീവനോപാധിയായിരുന്ന അന്നത്തെ കാലത്ത് ബസ്സിലെ ജോലി നമുക്കൊരു നല്ല വരുമാനമായിരുന്നു, നല്ലൊരു ജീവിതം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ ഒന്നിച്ച് ജോലി എടുക്കുകയും പിന്നീട് ആ സ്ഥാപനം മതിയാക്കിയപ്പോൾ നമ്മളും പിരിഞ്ഞു പോവുകയും ചെയ്തവരുടെ ഒരു കൂട്ടായ്മ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 35 പേര് നമ്മൾ ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല പരിപാടിയാണ് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇനി ഇത് കഴിയുന്നതും എല്ലാവരും സന്തോഷത്തോടെ മുമ്പോട്ട് പോകണമെന്നും പല കാര്യങ്ങളിലും നമുക്ക് മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണമെന്നും ആണ് എൻ്റെയും നമ്മുടെ കൂട്ടായ്മയുടെയും ആഗ്രഹം. നമ്മൾ എത്ര കാലം പ്രകാശിലെ ജോലി ചെയ്തിന് എന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കാണുന്നത്. എങ്ങനെ എത്രമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ഈ പരിപാടി ഇന്ന് നടത്തിയ എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒട്ടനവധിയല്ല, ഒരു 10-15 ആൾക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരു 16 ആളോളം നമ്മൾ അവർക്കും പ്രത്യേക ഒരു ഓർമ്മ. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രകാശ് ട്രാൻസ്പോർട്ട് ഓണർക്കും ഭാസ്കരാട്ടെ, അത് മാത്രമല്ല മൂപ്പരെ സഹായിക്കാനായിട്ട് ഒരു മാനേജറുണ്ട് സദാനന്ദാട്ടെ. ഇവരെയെല്ലാം നമ്മൾ അത്ര ബഹുമാനിച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഈ കൂട്ടായ്മയിൽ. ഇത്ര കാലം 10-40 കൊല്ലമായി, ഏകദേശം 10-40 കൊല്ലമായി പോയിട്ടുണ്ടാവും. ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇതിൽ ഇവരോട് ഞാൻ കൃതജ്ഞത പറയും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. എവിടെയും ഇല്ലാത്തൊരു പുതുമയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എവിടെയും ഇങ്ങനൊരു ബസ് കൂട്ടായ്മ, നമ്മളെ തൊഴിലാളികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരും പഴയകാല ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് പരിചയം പുതുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സർവീസിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉള്ള കാലത്തോളം സർവീസ് വളരെ ഡീസൻ്റായി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോകാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. അതിന് അവസരമൊരുക്കിയ ഭാസ്കരനെ ഒന്നുകൊണ്ടും ഞാൻ മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് എല്ലാവർക്കും ഈ സംഗമത്തിൻ്റെ ആശംസ അർപ്പിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സന്തോഷം നിറഞ്ഞ ഇത് ഞാൻ അർപ്പിക്കുന്നു. ഇതൊന്നും പറയാനില്ല. ഞാൻ 90 മുതൽ 94 വരെ പ്രകാശ് കമ്പനിയിൽ കണ്ടക്ടറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സുദർശൻ കമ്പനിയിൽ പോയി. ഇപ്പം ഞാൻ ഈ KK ബിൽഡേഴ്സിൻ്റെ സൈറ്റ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസം ഇങ്ങനെ ദേവദാസ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായത്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതൊരു നല്ല വിജയമായിട്ട് കാണുന്നുണ്ട്. നമുക്കിത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പറയുന്നത്. എല്ലാവരും സഹകരിക്കുക, ഇതാണ്. അതുകൊണ്ട് ഇതിനുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 86-ലാണ്
ഞാൻ പ്രകാശ് ബസ്സിൽ ഞാൻ SSLC 85-ൽ 86-ൽ SSLC എഴുതി. എൻ്റെ പ്രായപൂർത്തിയാകാൻ 18 വയസ്സായാലും മാത്രമേ ലൈസൻസ് കിട്ടൂ. അങ്ങനെ 86 കഴിഞ്ഞ് 87-ലാണ് ഞാൻ കണ്ടക്ടർ പണിക്ക് വരുന്നത്. കാരണം അന്ന് എൻ്റെ കുടുംബം വളരെ പ്രയാസപ്പെട്ടില്ല. എൻ്റെ അച്ഛന് ജോലിയില്ലായിരുന്നു. എൻ്റെ 2 കണ്ണും കാണാതെ നടക്കുന്ന ഒരു സമയമാണ്. എൻ്റെ അമ്മയുടെ വരുമാനത്തിലും അങ്ങനെയുള്ള പ്രയാസപ്പെട്ട സമയത്ത് ഞാൻ കണ്ടക്ടർ പണി ആഗ്രഹിച്ചിട്ട് വന്നതല്ല. ഒരു ജോലി കിട്ടി എന്തെങ്കിലും നമുക്കൊരു വരുമാനം കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ബസ്സിലേക്ക് കയറി വരുന്നത്. കാരണം പെട്ടെന്നൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. വസ്ത്രാട്ടൻ്റെ തൊട്ട് അടുത്തുള്ള ആളും നമ്മളൊരു കുടുംബം പോലെയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ SSLC പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് കണ്ടക്ടർ പണി തരാമെന്ന് എനിക്ക് വാക്ക് തരികയും ഞാൻ പഠിക്കാൻ വളരെ പിന്നോട്ടുള്ള ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ച് ഞാൻ SSLC പാസ്സായി. അപ്പോൾ കണ്ടക്ടർ പണിക്ക് 1 വർഷം കൂടി ഇതിൻ്റെ പ്രായപൂർത്തിയാകാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് കണ്ടക്ടർ പണിക്ക് വന്നു. പഠിക്കാൻ വേണ്ടി വരുമ്പം ഈ കണ്ണൂരിൽ നിന്ന് കക്കയത്തേക്ക് പോകുന്ന ബസ്സാണ് നമുക്ക് മെയിനായിട്ടുണ്ടായത്. അത് പഠിക്കുന്ന സമയത്ത് നമ്മളെ വിജയാട്ടെ, പുരുഷാട്ടെ, പിന്നെ നമ്മളെ പവിത്രാട്ടെ, ഇങ്ങനെയല്ല എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് മുറിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിൽ മൈനസ് ബാലൻസ് വരും വൈകുന്നേരം. കൂടുതലൊന്നും ഒരിക്കലും വരാറില്ല. കാരണം പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിൽ പോകുന്ന സമയത്ത് വൈകുന്നേരം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 100-200 നഷ്ടം വരും. അന്നേരം 100 രൂപയൊന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ അന്നത്തെ രീതി. അന്ന് പുരുഷാട്ടിനും പവിത്രാട്ടിനും ഇവരൊക്കെ ആ മൈനസ് ബാലൻസ് പോലും അവർ നഷ്ടപ്പെടുത്തിയിട്ടാണ് എന്നെ ആ ജോലിയിലേക്ക് കയറ്റിയത്. അത് വളരെ ഓർമ്മിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം 87 കഴിഞ്ഞതിന് ശേഷം 96 വരെ ഞാൻ ബസ്സിൽ കണ്ടക്ടർ പണി എടുത്ത്. ഞാൻ ഏകദേശം ഒരു 87 മുതൽ 1987 മുതൽ 4 വർഷത്തോളം ഒരു നമ്മളെ മോനംപിട്ട ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ആശംസ അർപ്പിക്കുന്നു. ഞാൻ പ്രകാശ് ട്രാൻസ്പോർട്ട് ക്ലീനറായിട്ടാണ് വർക്ക് ചെയ്തതിന്. അപ്പോൾ എല്ലാവരും അനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോൾ KSRTC ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ നന്ദി. എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ എല്ലാവർക്കും അറിയാം, എനക്ക് എല്ലാവരെയും അറിയാം. പിന്നെ ഞാനിപ്പോൾ 1989 മുതൽ 2009 വരെ പ്രകാശ് ബസ്സിൽ ക്ലീനർ പണിയെടുത്തതാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജോലി ചെയ്യുന്നു. ബസ്സിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും കൂടി എല്ലാ ആളുകളുമായിട്ട് ഫോണിൽ സംസാരിക്കാറും സൗഹൃദം പങ്കുവയ്ക്കാറുമുണ്ട്. ഞാൻ പ്രകാശ് ട്രാൻസ്പോർട്ടിലെ ക്ലീനറായിരുന്നു. 75-ലായിരുന്നു തോന്നുന്നു ഞാൻ ഈ പ്രകാശ് ട്രാൻസ്പോർട്ട് തൊഴിലാളിയായിട്ട് ഞാൻ വന്നത്. അതിനുശേഷം ബസ്സിൽ നിന്ന് പണി രാജിവെച്ചു. സൗദി അറേബ്യയിലേക്ക് പോയി. ഒരു 8 വർഷം അവിടെയായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രകാശ് ട്രാൻസ്പോർട്ടിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ആളാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുള്ള ആ പ്രകാശ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം എത്തിയത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ തളിപ്പറമ്പിൽ ജീപ്പിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന നമ്മളെ ജനു ഡ്രൈവർ, നമ്മളെ ജനേട്ടനാണ് എന്നെ അവിടുന്ന് കൂട്ടി നേരെ പ്രകാശിൻ്റെ ഓഫീസിലേക്ക്, ട്രെയിനിങ് സ്കൂളിലെടുക്കത്തെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ഡ്രൈവർ ജോലിക്ക് വേണ്ടിയിട്ട്. അന്ന് ട്രെയിൽ എടുക്കണം വണ്ടി. നമ്മളെ പോലീസ് ക്ലബിൻ്റെ അടുത്തം വരെ ബസ് ട്രെയിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൽ പാസ്സാകുമല്ലോ. അതിൻ്റെ ട്രെയിൽ എടുക്കുന്ന ഉദ്യോഗസ്ഥൻ നമ്മളെ സുരേഷൻ മിത്രാണ് ഇപ്പോൾ അവിടെ മുന്നിലിരിക്കുന്നുണ്ട്. സുരേഷൻ മിത്ര അന്ന് പറ്റൂല എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ മൈക്കിൻ്റെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാവില്ലാനും. അത് നല്ല മനസ്സിൽ എനിക്ക് ഈ ജോലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചു തന്ന സുരേഷേട്ടന് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു എന്താ പറയേണ്ടത്, അത് വാക്കുകളില്ല, നന്ദി രേഖപ്പെടുത്തും. ഞാൻ പ്രകാശ് ബസ്സിൽ ക്ലിയറായിരുന്നു. ഇപ്പോൾ ഞാൻ 17 വർഷമായി കണ്ടക്ടർ പണിയെടുക്കുന്നു. പ്രകാശ് ബസ്സിൽ വന്നിട്ട് 1996 വന്നിട്ട് 2002 പിരിഞ്ഞു പോയതാണ്. എന്നെ കൊണ്ടുവന്നത് എൻ്റെ സുധാരേട്ടൻ, എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ 1986 മുതൽ 2004 കമ്പനി പിരിയുന്നത് വരെ സർവീസിലുണ്ടായതിന് ഈ ജീവിതം നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ കാരണം പ്രകാശ് ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്ത് കൊണ്ടാണ്. ഇപ്പം ഞാൻ നാട്ടിൽ ഒരു ഗുഡ്സ് വാഹനം എടുത്തിട്ടാണ് ജോലി ചെയ്യുന്നത്. ബാക്കി കുട്ടികളെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഞാൻ
886 ബസ് കയറാൻ വേണ്ടി കൊറ്റവള്ളി ബസ്സിന് വന്ന് അപ്പോൾ ബാസിലാട്ടെ പെട്രോൾ പമ്പിൽ വന്ന് ഒരു ബസ് കയറാളെ കിട്ടി ചോദിച്ചു. എന്നോട് പറഞ്ഞു ആഫീസിൽ പോകണമെന്നു. ആഫീസിൽ പോയി 2886 ബസ് കൊറ്റവള്ളി ബസ്. അന്ന് 3 ബസ്സാണ് ഉള്ളു. 2752 651 2886 16 നമ്പർ കൊറ്റവള്ളി ബസ്. അപ്പോൾ എന്നോട് ആഫീസിൽ പോകാൻ പറഞ്ഞു. മുനിസമരൊക്കെ പോയി എന്നോട് പറഞ്ഞ് ബസ്സുണ്ട് കൊറ്റവള്ളി ബസ് കയറണമെന്ന് പറഞ്ഞു. ബസ്സിലോട്ട് ഒരു പാസ് ബസ് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി പരിചയം വേണ്ട കണ്ടിട്ടാ. അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല, ഇങ്ങനെ മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നു. എനിക്ക് വിശേഷിച്ച് ഒന്നും നിങ്ങളോട് പറയാനില്ല. ഞാൻ കമ്പനിയിൽ വന്ന കൊല്ലോ പോയ കൊല്ലോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാക്കാണി മുമ്പേ ഉള്ള കുറേ ആൾക്കാർ എനിക്ക് ഓർമ്മയുണ്ട്. 3 കണ്ടക്ടർ, പുരുഷ കണ്ടക്ടർ, രവീന്ദ്രൻ ഡ്രൈവർ, ജയരാജൻ ഡ്രൈവർ, ഇവരൊക്കെ ഞാൻ കമ്പനിയിൽ വരുന്നതിനേക്കാൾ മുന്നേ ഉള്ളവരാണ്. പ്രകാശിൽ 1986 മുതൽ 90 വരെ ഉണ്ടായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ജീവിതമായിരുന്നു. പ്രകാശിന് മുമ്പേ തന്നെ ഞാൻ പല ബസ്സിലും പല മലയാളി മാർഗങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു സ്നേഹസമ്പന്നമായുള്ള ഒരു കുടുംബമായിട്ട് കഴിയാൻ കഴിഞ്ഞത് പ്രകാശിൽ മാത്രമാണ്.